കേരളത്തെ അറിഞ്ഞൊരുക്കുന്ന ഒരു IT എക്കോസിസ്റ്റം അത് എങ്ങനെയായിരിക്കണം, അതിൻ്റെ പദ്ധതികൾ എന്താണ്, അതിൻ്റെ സ്വപ്ന വഴികൾ എന്താണ്? ടാൽ ഗ്രൂപ്പ് എന്ന കമ്പനി കേരളത്തെക്കുറിച്ച് കാണുന്നത് വലിയ സ്വപ്നങ്ങളാണ്. കേരളത്തെ ഒരു സിലിക്കൺ വാലിയാക്കി മാറ്റുക എന്നതാണ് അവരുടെ പദ്ധതിയും ആശയവും. അതിന് ആവശ്യമായ മാൻ പവർ ഉള്ള സംസ്ഥാനമാണ് കേരളം. അതിനാവശ്യമായ ആരോഗ്യകരമായ പശ്ചാത്തലവും അന്തരീക്ഷവുമുള്ള സ്ഥലമാണ് കേരളം. കേരളത്തിൻ്റെ ആ നിലയ്ക്കുള്ള വികസന വഴികൾ ഏതുവഴിയൊക്കെയാണ് ആ വഴികളെ ചലിപ്പിക്കേണ്ടത്, അതിനാരെയൊക്കെയാണ് കൂട്ടിയിണക്കേണ്ടത്, അതിനെന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായ പദ്ധതി രേഖ തന്നെ അവർക്കുണ്ട്. ടാൽ ഗ്രൂപ്പുമായി നമ്മൾ സംസാരിക്കുകയാണ് മീഡിയ വൺ ഫ്യൂച്ചർ ടോക്കിൽ. മീഡിയ വൺ ഫ്യൂച്ചർ ടോക്കിൽ നിന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടാൽ ഗ്രൂപ്പിൻ്റെ CTO സോബർ നജ്മുദ്ദീൻ, ഒപ്പം അതിൻ്റെ IT ഡയറക്ടർ മിഷാന മുഹമ്മദ് എന്നിവരാണ്. IT ഹബ്ബാക്കി കേരളത്തെ ആകെ മാറ്റുക, അല്ലെങ്കിൽ കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ കുറച്ച് വലിയ വാചകമാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, സിലിക്കൺ വാലിയാക്കി കേരളത്തെ മാറ്റുക എന്നുള്ളത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ്. ഇത് കാണാനിരിക്കുന്ന ആൾക്കാരോട് ഈ സിലിക്കൺ വാലി എന്ന ആശയത്തിലേക്ക് നിങ്ങൾ എന്തുമാത്രം ഇപ്പോൾ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ട്? നിങ്ങളൊരു പ്ലാൻ എന്താണ്? 2015 ഒരു IT ബേസ്ഡ് കമ്പനിയായിട്ടാണ് ടാൽ ഗ്രൂപ്പിൻ്റെ തുടക്കം വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മുടെ മാൻ പവറിന് ആമസോൺ പോലെ ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമുക്കൊരു ആമസോൺ ഉണ്ടാക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടൊരു ഫേസ്ബുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല? അപ്പോഴാണ് നമ്മൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്ത സിലിക്കൺ വാലിയെ കുറിച്ചിട്ട് മനസ്സിലാക്കും. അപ്പോൾ സിലിക്കൺ വാലി നമ്മളിന്ന് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ വന്നിട്ടുള്ള, അതായത് മെറ്റ എന്നുള്ള പാരൻറ്റ് കമ്പനിയുടെ ഫൗണ്ടറായിട്ടുള്ള മാർക്ക് സക്കർബർഗിൻ്റെ കഥ തന്നെ എടുത്തു നോക്കുക. 19 വയസ്സുള്ളപ്പോൾ സിലിക്കൺ വാലിയിലേക്ക് വരികയും സിലിക്കൺ വാലിയിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിനെ കൃത്യമായി കണ്ടെത്തി ഒരു ടീമിനെ കണ്ടെത്തി അദ്ദേഹം എന്ത് ചെയ്തു, ഇന്നൊരു മെറ്റ എന്ന് പറയുന്ന ഒരു വലിയൊരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ചപ്പോൾ അതുപോലൊരു എക്കോസിസ്റ്റത്തിൻ്റെ അപര്യാപ്തതയാണ് ശരിക്കും നമുക്കിവിടെ ഉള്ള പ്രശ്നം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയും അതുകൊണ്ടാണ് കേരളത്തെ നമുക്കൊരു സിലിക്കൺ വാലിയാക്കി എന്തുകൊണ്ട് മാറ്റിക്കൂടാ എന്നൊരു ആശയത്തിലേക്ക് വരുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കേരളം ഒരു ഒറ്റ സിംഗിൾ സിറ്റി മോഡലിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് നമുക്ക് ഭൂപ്രകൃതി തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇതിനെ നമ്മൾ ഈ ഒരു 140 ഡിവൈഡിങ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലും നിശ്ചിതമായ എണ്ണം ക്യാമ്പസുകളാണുള്ളത്. ഈ ക്യാമ്പസുകളിൽ നിന്ന് കൃത്യമായ മാൻ പവറിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അക്കാഡമിക് ടൈമിൽ തന്നെ ഇൻഡസ്ട്രി റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സിലിക്കൺ വാലി എന്നുള്ളത് വളരെ ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈസിലി അച്ചീവബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മിഷാൻ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പം കേരളത്തെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ ഏറ്റവും വലിയ കോൺസെപ്റ്റ് കേരളത്തിൽ ചെയ്യാൻ കഴിയുന്ന ബിസിനസ് എന്താണ്? കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച സൗകര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ്. എന്ന് വെച്ചാൽ ടെക്നോളജിയുടെ കാര്യത്തിലാണ് ഏറ്റവും നന്നായി കേരളത്തിൽ സാധ്യതയുള്ളത്. ടെക്നോളജിയുടെ കാര്യത്തിൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു നാടാണ് കേരളം. സോ അതുകൊണ്ട് സാധ്യതകൾ കൂടുതൽ അവിടെ തന്നെയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് എന്തുമാത്രം വലിയ സാധ്യതകളുണ്ടെന്നാണ് തോന്നുന്നത്? അതെ, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഏറ്റവും അനുയോജ്യമായ ടൈപ്പ് ഓഫ് ബിസിനസ്സുകളെന്ന് വെച്ചാൽ നമുക്ക് എഡ്യൂക്കേഷൻ, IT, സ്റ്റാർട്ടപ്പ്, ടൂറിസം ആൻഡ് ഹെൽത്ത് കെയർ. ബിക്കോസ് നമ്മുടെ ഒരു ലാൻഡ്സ്കേപ്പും നമ്മുടെ ഒരു കൾച്ചറും എല്ലാം വെച്ച് ഈ ബിസിനസ്സിനെല്ലാം അത്രയും അഡ്വാൻറ്റേജ് ആണ് ഇവിടെ. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ടാൽ ഗ്രൂപ്പ് പറഞ്ഞ പോലെ ഏറ്റവും പ്രൈം ഫോക്കസ് കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ് ഈ പറയുന്ന ഒരു IT അല്ലെങ്കിൽ IT എക്കോസിസ്റ്റം എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ സോബർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ക്യാമ്പസുകളിൽ നമുക്കിപ്പോൾ അത്രയും അധികം ക്യാമ്പസുകളുണ്ട്, അത്രയും അധികം എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ റൈറ്റ് ടൈമിൽ ഈ മാൻ പവറിനെ പിക്ക് ചെയ്ത് റൈറ്റ് ടൈമിൽ അവരെ ഇൻഡസ്ട്രി റെഡിയാക്കി അവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഒരു മാൻ പവർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെക് സ്കിൽസിനെ ഇപ്പോൾ നമ്മളൊരു മേജർ പവർ ഹൗസായിട്ട് കാണുന്ന ഒരു കൺട്രിയാണ് അമേരിക്ക അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അവിടുത്തെ തന്നെ ടെക് ജയൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ഇതിൻ്റെ ഒക്കെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻസ് തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻസിൻ്റെ ഒരു ടെക് സ്കിൽസ് അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ ഒരു ടാലൻറ്റ് എന്ന് വെച്ചാൽ വേൾഡിൽ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടാലൻ്റാണ്. ഈ റൈറ്റ് ഏജിൽ അവരെ പിക്ക് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്ത് ട്രെയിനിങ്ങിന് ശേഷം അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ എക്കോസിസ്റ്റം, ഒരു പ്രോപ്പർ IT എക്കോസിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന ഗ്ലോബൽ പ്രോജക്ട്സ് അല്ലെങ്കിൽ ഗ്ലോബൽ എക്സ്പോഷർ ഇവർക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സിലിക്കൺ വാലി ബിൽഡായി വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ അത്രയും മാൻ പവർ അല്ലെങ്കിൽ അത്രയും ടാലൻറ്റഡ് ആയുള്ളൊരു മാൻ പവർ നമുക്കിവിടെ ഉണ്ട്. അതിന് റൈറ്റ് എക്സ്പോഷർ കൊടുത്ത് അവർക്ക് റൈറ്റ് പ്രൊജക്ട്സ് കൊടുത്ത് ആ ഒരു പ്രോപ്പർ എക്കോസിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പം ഇതിനകത്തൊരു സംഗതിയുള്ളത്, സോബർ ഇപ്പോൾ നോക്കൂ, കേരളത്തിൽ ആവശ്യത്തിൽ സ്കിൽഡായ ആളുകളുണ്ട്, പക്ഷേ അവർ വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ചാണ് എപ്പോഴും ആലോചിക്കുക. വിദേശത്ത് പോയി സെറ്റിൽ ആവുക, അവിടെയാണ് ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ളതെന്ന് വിചാരിക്കുന്നത്.
കേരളത്തിൽ ആളുകളുണ്ട്, പക്ഷേ അവർക്ക് അനുകൂലമായ സിറ്റുവേഷൻ ഉണ്ടാക്കാന്നുള്ള സാഹചര്യം ഉണ്ടാക്കാന്നുള്ള പ്രധാന കാര്യമാണ്. അത് ഏതെങ്കിലും ഒരു കമ്പനിക്ക് മാത്രമായി ചെയ്യാൻ കഴിയുന്നതാണോ? നമ്മുടെ അറ്റ്മോസ്ഫിയർ ആകെ തന്നെ, നമ്മുടെ എക്കോസിസ്റ്റം ആകെ തന്നെ അതിനൊപ്പിച്ച് എന്തുമാത്രം മാറുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഒക്കെയും മാറുമ്പോഴാണ് ഒരു കമ്പനിക്ക് ഏറ്റവും സ്മൂത്തായി റൺ ചെയ്യാൻ പറ്റുക. അതിന് നിങ്ങൾ എന്തുമാത്രം പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്? ഇത് ടാൽറോപ്പ് ബിൽഡ് ചെയ്തപ്പോൾ ആദ്യം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ കേരളം സെലക്ട് ചെയ്യുന്നു? കാരണം നിങ്ങൾക്ക് വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ കഴിയുന്നതല്ലേ, പിന്നെയും എന്തുകൊണ്ട് കേരളത്തിലേക്ക് നോക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി നേരത്തെ തന്നെ പറഞ്ഞു, ഒരു നല്ലൊരു മാൻ പവറിനെ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പലരും വിചാരിക്കുന്നത് ഇതൊരു ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ നല്ല മാൻ പവറിനെ ബിൽഡ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ജോലിയാണെന്നുള്ളത്. പക്ഷേ അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോൾ വളരെ നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ്. കാര്യം നമുക്ക് 365 ദിവസവും ഇവിടെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു ഭൂപ്രകൃതിയും സാഹചര്യവും എല്ലാം തന്നെ നമുക്കിവിടെ ഗവൺമെൻറ് ഒരുക്കി തരുന്നുണ്ട്. രണ്ടാമത്തെ, എഡ്യൂക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും മിനിമം എഡ്യൂക്കേഷൻ ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. ആ കാര്യത്തിലും വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ഇൻഡസ്ട്രി എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇൻഡസ്ട്രി എഡ്യൂക്കേഷൻ കിട്ടണമെങ്കിൽ കൃത്യമായി ഇൻഡസ്ട്രീസ് എഡ്യൂക്കേഷനിലേക്കുള്ള ഇടപെടലുകൾ കൃത്യമായി നടത്തണം. അപ്പോൾ അത്തരത്തിലാണ് ടാൽറോപ്പ് ഇതിനെ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നുള്ള ആശയമാണ്. അതായത് ഇൻഡസ്ട്രികൾ ക്യാമ്പസുകൾക്കുള്ളിലേക്ക് വരുമ്പോൾ ക്യാമ്പസിൽ കൃത്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയും, ടാൽറോപ്പ് ഇപ്പോൾ ചെയ്യുന്നത് കൂടുതലും ടാൽറോപ്പ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസിനെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ചെറിയ പ്രായത്തിലെ തന്നെ കുട്ടികളെ ഇൻഡസ്ട്രി റെഡിയാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കമ്പനിയിലെ ടെക്കിനെ ഹെഡ് ചെയ്യുന്ന ആൾ 17 വയസ്സുള്ള എഞ്ചിനീയറാണ്, മിസ്റ്റർ മഹാദേവിനെ 6ാം ക്ലാസ്സിൽ നിന്ന് KVUPS എന്നുള്ള സ്കൂളിൽ നിന്നാണ് പിക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ മഹാദേവിനെ 6ാം ക്ലാസ്സിൽ പിക്ക് ചെയ്യുകയും 1 വർഷത്തെ IT-യിലെ ബേസിക് ടെക്നോളജീസ്, വെബ്സൈറ്റ്, വെബ് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ മുതലായവയിൽ ട്രെയിൻ ചെയ്യുകയും അടുത്ത 2 ഇയേഴ്സ് അവർക്ക് കൃത്യമായിട്ട് പ്രൊജക്ട്സ് ചെയ്യാനായിട്ട് ഉള്ള അവസരം ഒരുക്കി കൊടുക്കുകയും, അത് കഴിഞ്ഞപ്പോൾ അവർ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് പോലെ തന്നെ തുടങ്ങി. അത് അന്ന് IT സർവീസസ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവരൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ലോഞ്ച് ചെയ്യും. പിന്നീട് ഒരു +2 കഴിഞ്ഞപ്പോൾ ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ആയിരുന്നു. എന്നാണ് മഹാദേവ് ടാൽറോപ്പിൽ ജോയിൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ജോയിൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡേറ്റ് ഇല്ല. കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയിൽ നിന്നും അവൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞു, അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി മണിക്കൂർ അധികം ചെയ്യുന്നു എന്നുള്ളത് മാത്രം. ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ആയിരുന്നു നമുക്ക് കമ്പനിയിലേക്ക് ടെക്നോളജി ഹെഡായിട്ട് വന്നപ്പോൾ. അതായത് അത്തരത്തിൽ അവൻ ഓൾറെഡി തന്നെ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് സ്മൂത്തായിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് ക്യാമ്പസിൽ നിന്ന് തന്നെ പിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പലപ്പോഴും ഞാനിനി എന്ത് ചെയ്യണം, ഈ ഒരു ചോദ്യത്തിന് മുന്നിലാണ് പലരും എന്ത് ചെയ്യുന്നത്, എന്നാൽ ഞാൻ പുറത്തേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ നമ്മുടെ മാൻ പവറിനെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇൻഡസ്ട്രി എഡ്യൂക്കേഷൻ കൊടുത്ത് കൃത്യമായി ഇൻഡസ്ട്രി എക്സ്പോഷർ കൊടുത്താൽ അവർ സിമ്പിളായിട്ട് പറയും. ഇപ്പോൾ മഹാദേവ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ പലതും പുറത്തെ രാജ്യങ്ങളിലെ പ്രൊജക്റ്റാണ്. പുറത്തെ രാജ്യത്തെ പൈസ തന്നെയാണ് അവനും മേടിക്കുന്നത്, പക്ഷേ അവൻ ഇവിടെ ഇരുന്നു കൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണൊരു വ്യത്യാസം. അത് ഇൻഡസ്ട്രി നോളജ് കുട്ടികൾക്ക് കിട്ടാത്തതിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് പലരും ഇവിടെ നിന്ന് പുറത്തെ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്. നമ്മൾ ടെക്നോളജിയാണ് നോക്കുന്നതെങ്കിൽ മറ്റ് കമ്പനീസ്, മറ്റ് ഏരിയാസ്, ഇപ്പം കൺസ്ട്രക്ഷനിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്പനീസ് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് വരികയും മെക്കാനിക്കലിലെ ഫേമസ് ആയിട്ടുള്ളവർ മെക്കാനിക്കലിലേക്ക് വരികയും, അങ്ങനെ മറ്റ് കമ്പനീസും ക്യാമ്പസിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മാൻ പവറിനെ കൃത്യമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ നമുക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും പറ്റും. വലിയൊരു സ്വപ്നം. അത് സാധ്യമാക്കി തന്നെ നമുക്ക് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കേരളത്തിന് സാധ്യതകളുണ്ട്. കേരളത്തിന് ഇൻഫ്ര എന്തുമാത്രം ആ നിലയ്ക്ക് വികസിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇൻഫ്ര മീൻസ് കുറേ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കുകളെ കുറിച്ചല്ല, ടെക് ഇൻഫ്രയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അത് എന്തുമാത്രം നമുക്ക് നമ്മുടെ മുമ്പിൽ ഇനിയും കുറച്ച് ഡെവലപ്പ് ചെയ്യാനുണ്ട്, അതിനകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മളിപ്പോൾ IT എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് 3 മെയിൻ പില്ലേഴ്സാണ് ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി, മാൻ പവർ. ഇതിൽ 3ലും ഫോക്കസ് ചെയ്യുന്നതാണ് ടാൽറോപ്പിൻ്റെ IT എക്കോസിസ്റ്റം എന്നുള്ളതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വരുമ്പോൾ നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫസ്റ്റ് ഓഫ് ഓൾ ടാൽറോപ്പ് ഹബ്ബാണ്. സോ ഹബ്ബ് എന്ന് പറയുമ്പോൾ 1064 ഹബ്ബുകൾ കേരളത്തിൽ കൊണ്ടുവരിക. നമ്മുടെ മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻസ്, പഞ്ചായത്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള 1064 യൂണിറ്റ്സ് ഉണ്ട്.
അപ്പോൾ ഇവിടെയെല്ലാം ടാൽറോപ്പിൻ്റെ ഹബ്ബുകൾ പ്രോപ്പറായി പ്ലേസ് ചെയ്യുക. ഇപ്പം നമ്മളൊന്ന് ഫസ്റ്റ് നമ്മുടെ ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ള ട്രിവാൻഡ്രത്തുള്ള പെരിങ്ങമലയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഗ്രാമങ്ങളിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹബ്സ് കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ ഗ്രാമങ്ങൾ വികസിക്കുമ്പോഴാണ് ഈ പറയുന്നത് നമുക്കുള്ളൊരു ഡെവലപ്മെൻറ്റ്, നമ്മുടെ സ്റ്റേറ്റിനുള്ള ഡെവലപ്മെൻറ്റ് തന്നെ മൊത്തത്തിൽ വരുന്നത്. ഇവിടെ വന്ന് പഠിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പല എഡ്യൂക്കേഷനിലുള്ള പല പ്രോഗ്രാംസിലായിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തുള്ള പല സ്റ്റുഡൻസും വന്ന് പഠിക്കുന്നുണ്ട്. സോ ഇവർ പഠിക്കുന്നത് വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിൻ്റെ ഒപ്പം ഇരുന്നുകൊണ്ട് തന്നെയാണ്. ആ ഒരു എക്സ്പോഷർ കിട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എഞ്ചിനീയേഴ്സ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് എന്ന് കണ്ടുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മോഡൽ. രണ്ടാമത്തുള്ളത് നമ്മൾ പറയുന്ന ടെക്കീസ് പാർക്ക്. ടെക്കീസ് പാർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ടെക്കീസ് പാർക്സ്. സോ നമ്മൾ ഈ പറയുന്ന 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസിൽ സെലക്ട് ചെയ്യുന്ന ഓരോ ക്യാമ്പസിലും ടെക്കീസ് പാർക്ക് എന്നുള്ളൊരു മോഡലാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ക്യാമ്പസിൻ്റെ ഉള്ളിലുള്ള ഒരു ഫെസിലിറ്റിയിൽ നമ്മൾ പറയുന്ന നമ്മുടെ തന്നെ സ്റ്റാർട്ടപ്സിലും നമ്മുടെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ക്യാമ്പസിൽ തന്നെ എന്തുണ്ട്, ഒരു മിനി IT പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിനാണെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാനും അവർക്കാണെങ്കിലും റിയൽ ടൈം കാണാം എന്താണ് ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്, എങ്ങനെയാണ് വർക്ക്സ് നടക്കുന്നത്. അവർക്ക് അത്രയും എക്സ്പോഷർ ഉണ്ട്. പല സ്റ്റാർട്ടപ്സും പല നെറ്റ്വർക്കിങ്ങും പല പ്രൊഫഷണൽസായിട്ട് നെറ്റ്വർക്ക് ചെയ്യാനുള്ള എല്ലാം അവസരങ്ങൾ കിട്ടിയിട്ടാണ് അവർ അവരുടെ ക്യാമ്പസിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ IT പാർക്സ്, ഒരു 20 IT പാർക്സ് ആണ് അടുത്തതായിട്ട് ടാൽറോപ്പ് പ്ലാൻ ചെയ്യുന്നത്. സോ ഇതെല്ലാം എന്ന് വെച്ചാൽ കറക്റ്റായി പ്ലേസ്ഡ് ആണ്. ഇപ്പോൾ ഈ 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസിൽ 1064 ഹബ്സ്, ഇതെല്ലാം വരുമ്പോൾ മൊത്തത്തിൽ നമ്മൾ കേരളത്തിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. കേരളത്തെ ഏതാണ്ട് 100-ലധികം രാജ്യങ്ങളുമായിട്ട് 190ഓളം രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക, കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയല്ല. ഒന്നാമത്തെ കാര്യം, ലോകത്ത് ഇത്രയും രാജ്യങ്ങൾക്ക് നമ്മുടെ സർവീസ് ആവശ്യമുണ്ടോ, നമ്മളെയാണോ അവർ ഓപ്റ്റ് ചെയ്യുക പോലുള്ള പല ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണത് അത് വിശദീകരിക്കുക? നമ്മളിപ്പോൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്ഡ് കൺട്രീസിനെയാണ്. അപ്പോൾ അതുമായിട്ടാണല്ലോ നമ്മുടെ എപ്പോഴും ഉള്ളൊരു കമ്പാരിസൺ വരുന്നത്. അപ്പോൾ ഈ ഡെവലപ്ഡ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി തന്നെ എക്സിസ്റ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മളൊരു ITയെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, ഒരു ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് അവിടെ നടക്കണം. ഡിജിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നോർമൽ ബുക്കിൽ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും അത് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത ഒരു ഡേറ്റ മോഡലിലേക്ക് നമുക്ക് എത്തിക്കണം. അത് ERPs ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനൊരു ഡേറ്റ ആയിട്ടൊരു അങ്ങനെ നമുക്ക് അതിനെയാണ് ഒരു ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമതൊരു പ്രോസസ്സാണ് ഓട്ടോമേഷൻ. ഇതിൽ മാക്സിമം എത്രത്തോളം ഓട്ടോമേറ്റ് ചെയ്ത്, അതായത് നമ്മുടെ ഹ്യൂമൻ്റെ ഇൻട്രാക്ഷൻസ് ഇല്ലാതെ നമുക്ക് എത്രത്തോളം ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രോസസ്സ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഒരു AI-യുടെ ഇൻ്റഗ്രേഷൻ. ഇതിൽ പല കാര്യങ്ങളും AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും സാധിക്കുന്ന രീതിയിൽ. അപ്പോൾ ഇതിലെ ഡെവലപ്ഡ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 സ്റ്റേജുകളിൽ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ഓരോ പ്രൊജക്റ്റുകളും നിൽക്കുന്നത്. ഡിജിറ്റലൈസേഷൻ എന്തായാലും മിനിമം നടന്നിരിക്കുന്ന ഒരു കൺട്രീസാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള, പക്ഷേ ഇവിടെ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഡിജിറ്റലൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ വർക്കുകളെ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത്, ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് പോലും തുടങ്ങിയിട്ടുണ്ടാവില്ല. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ബിൽഡ് ചെയ്യേണ്ടത് ഒരു IT എക്കോസിസ്റ്റം, അല്ലെങ്കിൽ അവിടെ അവർക്ക് എന്ത് വേണ്ടി വരും, IT ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ബിൽഡ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ അവർക്ക് ഓഫർ ചെയ്യുന്നത്. അതായത് അപ്പോൾ അത്തരം കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യം തോന്നും, എന്നാൽ അവരുടെ പ്രൊജക്റ്റ് കൂടി നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ പോരെ എന്ന് തോന്നുകയാണെങ്കിൽ ശരിക്കും നമ്മളത് ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരു കൺട്രി അവിടെ പോവുകയും അല്ലെങ്കിൽ മറ്റൊരു കമ്പനി അവിടെ പോവുകയും അത് ബിൽഡ് ചെയ്യും, ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർ എടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രിയെ, ഇപ്പോൾ ഒരു ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ ആ കൺട്രിയിൽ ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് പോലും സ്റ്റാർട്ട് ചെയ്യാത്ത ഒരു പ്രോസസ്സിലാണ് നിൽക്കുന്നത്, ഒരു സ്റ്റേജിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ അവർ ഈ പ്രോസസ്സ് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ അവിടെ നമുക്ക് ചെയ്യേണ്ടത്, അവിടെയും നമുക്ക് മാൻ പവർ ബിൽഡ് ചെയ്യണം, അവിടെയും നമുക്ക് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അവിടെയും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കണം. അപ്പോൾ നമ്മുടെ മാൻ പവർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവരെ സംബന്ധിച്ച് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അവരെക്കാൾ എന്തുകൊണ്ടും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു നല്ലൊരു വെതർ കണ്ടീഷനുള്ള, അതുപോലെ തന്നെ ടെക്നോളജി എഡ്യൂക്കേഷനുള്ള ഒരു സ്ഥലമാണ്. അതെ. അപ്പോൾ നമുക്ക് അവരെ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വിദേശത്തെ കുട്ടികളെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇവരെ ഇവിടെ നമുക്ക് ട്രെയിൻ ചെയ്ത് ഇൻഡസ്ട്രി എഡ്യൂക്കേഷൻ അവർക്ക് ഇവിടെ കൊടുക്കാം. അങ്ങനെ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാലോ ഇവരുടെ നാട് തന്നെ അവർക്ക്, നമുക്കിനി അവിടേക്ക് പോവാതെ തന്നെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഒരുക്കി കൊടുക്കാനും അവരുടെ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കും.
ഇനി അടുത്തത് ഡെവലപ്പിംഗ് കൺട്രീസ് സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൽ ഏത് സ്റ്റേജിലും അവർ നിൽക്കാം. കുറേയധികം കമ്പനീസ് ഡിജിറ്റലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും, ചിലർക്ക് ഓട്ടോമേഷൻ തുടങ്ങിയിട്ടുണ്ടാവും, ചില സ്ഥലങ്ങളിൽ AI ഇംപ്ലിമെൻറ്റേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇത് ചിലപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുന്നതായിരിക്കും, ചിലത് പാരലി നടക്കുന്നതായിരിക്കും. എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചില കൺട്രീസിൽ നിന്ന് നമുക്ക് ഡിജിറ്റലൈസേഷൻ മുതലേ ഉള്ള പ്രൊജക്ട്സ് നമുക്ക് എടുക്കാനായിട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓട്ടോമേഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയും. ചിലപ്പോൾ AIയുടെ സൈഡിലായിരിക്കും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ 3 കാറ്റഗറിയെയും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന 3 ഡിഫറെൻറ്റ് വേയിലാണ്. ഓക്കെ, എൻ്റെ ഒരു പരിമിതമായ അറിവിൽ ഞാനൊരു കാര്യം ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കമ്പനീസിനെ കുറിച്ച് കമ്പനീസിനെ നിങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനെക്കുറിച്ച്, ഓട്ടോമേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്, AIയുടെ സാധ്യത കൊണ്ടുവരുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ IT കമ്പനികളെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ടാർഗറ്റ് വാട്ട് കൈൻഡ് ഓഫ് കമ്പനീസ് ആൻഡ് ബിസിനസ് ഏരിയാസ് ആണ്? ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 3 പ്രോസസ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഡിജിറ്റലൈസ് ചെയ്യേണ്ട. ഇപ്പം എക്സാമ്പിളായിട്ട് ഒരു മീഡിയ കമ്പനിയുടെ എൻഡ് ടു എൻഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ കമ്പനി നമ്മുടെ കസ്റ്റമറാണ്. ഇനി അടുത്തത് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, ഒരു മാനുഫാക്ചറിങ് കമ്പനി എടുക്കുകയാണ്. മാനുഫാക്ചറിങ് കമ്പനിയിൽ ഒരു പ്രോസസ്സ്, അതായത് റോ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യുന്നതോടെ മുതൽ അതിൻ്റെ ഫിനാൻസ്, അക്കൗണ്ടിങ്, ഫയൽ ചെയ്യുന്നത് വരെയുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ഇത് എൻഡ് ടു എൻഡ് ഓട്ടോമേറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സല്ലേ. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി നമ്മുടെ കസ്റ്റമറാണ്. ഡിജിറ്റലൈസേഷൻ, ഓട്ടോമേഷൻ, AI ഇൻ്റഗ്രേഷൻ, ഇത് നമുക്ക് എല്ലാ ഇൻഡസ്ട്രീസിനകത്തും നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഇത് നമുക്ക് എവിടെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുമോ ആ കമ്പനീസും ആ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ കസ്റ്റമർ ബേസിനകത്തേക്ക് വരുന്ന ആളുകളാണ്. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്ന AI കുറിച്ചാണ്. അതെ. അപ്പോൾ AIയെ കുറിച്ച് പൂർണ്ണമായൊരു എഡ്യൂക്കേഷൻ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മൊത്തം സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാം, ഉള്ളവർക്ക് തന്നെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. അതെങ്ങനെയാണ് ബിസിനസ്സിന് ഉപയോഗിക്കപ്പെടുക, കമ്പനികളിൽ അതെങ്ങനെയാണ് സാധ്യമാവുക പോലുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ചില AI അവതാരകരെയൊക്കെ കാണുന്ന ഒഴിച്ചേർത്ത് അതിനെ ഡീപ്പായി അതിനെക്കുറിച്ച് ആളുകൾക്ക് ധാരണയില്ല. സോ അതിൻ്റെ ഒരു സാധ്യത എന്തുമാത്രം വലുതാണ്, നിങ്ങൾ അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പോകും? ഇപ്പോൾ AI നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ AI എല്ലാവരും ഉപയോഗിക്കുന്നവരാണ്. ഒരു നോർമൽ ഒരു ERP, ഒരു ഡിജിറ്റലൈസേഷൻ പ്രോസസ്സിൽ തന്നെയാണ് ഇപ്പോഴും പല കമ്പനീസും സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കാര്യം എങ്ങനെ നമുക്കൊരു കമ്പനിയിലേക്ക് AI ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ടാസ്കുകൾ, അതെന്ത് ടാസ്ക് തന്നെ ആയിക്കോട്ടെ, ഇത് നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു വെൽ ഡിഫൈൻഡ് സ്ട്രക്ചറിലാണ് നടക്കുന്നത്. അതായത് നമുക്ക് സ്റ്റെപ്പ് 1 കഴിഞ്ഞ് സ്റ്റെപ്പ് 2 ചെയ്യണം, സ്റ്റെപ്പ് 2 കഴിഞ്ഞ് സ്റ്റെപ്പ് 3 ചെയ്യണം, ഇങ്ങനെയുള്ളൊരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള പ്രോസസ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോസസ്സുകളാണ് നമുക്ക് AI ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം. നമ്മൾ AI കൂടുതലായിട്ട് കേട്ടതെന്ന് പറഞ്ഞാൽ ChatGPT വന്നപ്പോഴാണ് നമ്മൾ ശരിക്കും AI എന്നുള്ള ഒരു സംഭവം നമ്മൾ കേട്ടത്. ഇപ്പം ChatGPT എന്ന് പറഞ്ഞാൽ നമ്മൾ GPT, ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അതായത് നമ്മളെ സംബന്ധിച്ച് അടുത്ത ഒരു ടോക്കണാണ് ശരിക്കും നമുക്ക് GPT. നമ്മൾക്ക് എന്താ ചെയ്യുന്നത്, നമ്മളൊരു കാര്യം ചോദിക്കുന്നു, അതിനൊരു ആൻസർ തരുന്നു. പക്ഷേ GPT ആക്ച്വലി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ടോക്കണേ GPTക്ക് അറിയുള്ളൂ. അതായത് അടുത്ത വാക്ക് എന്താണ്, വാക്കുമല്ല നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 75% ഓഫ് എ വേർഡ്, അതാണ് ശരിക്കും ഒരു ടോക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അടുത്ത ടോക്കൺ, ഇത് പാറ്റേൺ മാച്ച് ചെയ്യും. അടുത്ത ടോക്കൺ എന്താണ്, അതിങ്ങനെ ഓരോരോ ടോക്കണായിട്ട് ഇങ്ങനെ സ്പീഡിന് ജനറേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമുക്കത് ഇങ്ങനെ എഴുതി കാണിക്കുന്നത്. അതായത് GPTക്ക് ഒരിക്കലും അറിയില്ല ഇത് അവസാനം ഇത് എവിടെയാണ് പോയി നിൽക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന GPTയുടെ ടെക്നോളജി എന്ന് പറയും. അപ്പോൾ ഈ സെയിം ടെക്നോളജി നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അതായത് നമ്മളിപ്പം ഓഫീസ് സ്റ്റാഫ്സ് ഉണ്ടാവും, ഇമെയിൽസ് വായിക്കുക, അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് റിപ്ലൈ കൊടുക്കുക, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമുക്ക് AI ഉപയോഗിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് കുറച്ചും കൂടി ഡീപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ ഈ AI തന്നെ നമ്മുടെ ERP സിസ്റ്റത്തിലേക്ക്, അതായത് നമ്മളിപ്പം ERP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻഡ് ടു എൻഡ് ഓട്ടോമേഷൻ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവുമല്ലോ, ഈ സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ LLM, ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസിൻ്റെ സഹായത്തോടെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ അറ്റൻഡൻസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മളൊരു ഡേറ്റ എൻട്രി ചെയ്തു, നമ്മുടെ പഞ്ചിങ് മെഷീനിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അത് ഒരു എക്സൽ ഫോർമാറ്റിലേക്ക് ആയിരിക്കും നമുക്ക് ഔട്ട് തരിക. അപ്പോൾ ഈ ഔട്ട് നമുക്ക് എടുത്തുകൊണ്ട് നമുക്കിന്ന് ആരൊക്കെയാണ് വരാത്തത് എന്നുള്ള ചോദ്യം ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലിസ്റ്റ് എടുത്ത് തരുന്ന രീതിയിലേക്ക് നമുക്ക് ERPയിലേക്ക് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കോംപ്ലക്സ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഇത്തരത്തിലുള്ള AI ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട്. ഒരു വശത്ത് നിങ്ങൾ ITയുടെ മാൻ പവറിനെ ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ മറുവശത്ത് മാൻ പവറിനെ ബാധിക്കാൻ പോകുന്ന സംഗതിയാണോ ഇത്?
അല്ല, തീർച്ചയായിട്ടും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ വന്നതുപോലുള്ളൊരു മാറ്റമാണ്. ഗൂഗിളാണ് ആദ്യമായിട്ട് ഈ ഒരു ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജിയുടെ ഫസ്റ്റ് പേപ്പറൊക്കെ ബെർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി 2018 റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി ഓപ്പൺ എ ചാറ്റ് GPT ഉണ്ടാക്കുന്നത്. നമ്മൾ ശരിക്കും ചാറ്റ് GPT എന്ന് കേട്ടത് ഈ 2022 നവംബർ 30 നമ്മൾ ആദ്യമായിട്ട് GPT എന്നുള്ള വാക്ക് കേൾക്കുന്നത്. ഓക്കെ, ഇങ്ങനൊരു സംഭവം ഓപ്പൺ എ റിലീസ് ചെയ്തു. ഈ സംഭവം ഭയങ്കര എന്താണ്, നമ്മൾ ഇതുവരെ എഴുതിക്കൊണ്ടിരുന്ന ഒരു മോഡലൊന്നും അല്ല, അത് എന്തെങ്കിലും നമ്മളെന്ത് കൊടുക്കുന്നു അത് തിരിച്ചു തരും എന്ന് പറയും. പക്ഷേ 2015 ഡിസംബറിൽ തുടങ്ങിയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന ഓപ്പൺ എ എന്നുള്ള കമ്പനി. അത് ഇത്രയും നാൾ റിസർച്ച് നടത്തി ബില്യൺസ് ഓഫ് ഡോളർ മുടക്കിക്കൊണ്ടാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പം നമ്മളെ സംബന്ധിച്ച് അപ്പോൾ ഇത്തരത്തിൽ ബില്യൺസ് ഓഫ് ഡോളർ ഉള്ള കമ്പനികൾക്ക് മാത്രമേ ഗൂഗിളിന് നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നല്ലോ, ഈ സെയിം മെത്തേഡിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു ഗൂഗിൾ അസിസ്റ്റൻ്റ്. അപ്പോൾ അത്തരം കമ്പനിക്ക് മാത്രമേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ടോക്കൺ എന്ന് പറഞ്ഞാൽ 75% ഓഫ് എ വേർഡാണ്. 1 മില്യൺ ടോക്കൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആവുന്ന $0.15 മാത്രമേ എക്സ്പെൻസ് ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇപ്പോൾ ഒരു 10 രൂപയ്ക്ക് 10 ലക്ഷം വേർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഇപ്പോൾ അത് ചീപ്പറായി. അത് തന്നെ നമുക്ക് കൂടുതൽ ആക്സസിബിളായി. രണ്ടാമത്തെ കാര്യം, ഡെവലപ്പേഴ്സ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി നമുക്ക് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നമുക്ക് പഠിക്കാനായിട്ട് ഇപ്പോൾ AI ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇപ്പം ഉദാഹരണത്തിന് ഓപ്പൺ എയുടെ തന്നെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൂൾസ് നമുക്ക് AI ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം പൈടോർച്ച് പോലുള്ള മെഷീൻ ലേണിംഗ് ഫ്രെയിം വർക്കുകളുണ്ട്. അപ്പോൾ ഈ ഫ്രെയിം വർക്കിൻ്റെ ഒക്കെ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതിയാവും. കുറേ സെൻറ്ററുകളിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസ് എന്താണ്? എന്തുമാത്രം ആശാവഹമാണ്, എന്തുമാത്രം ആവേശം ഉണ്ടാക്കുന്നതാണ് അത്? നമ്മൾ പറയുന്ന ദുബായ്, UAE ആൻഡ് ഖത്തറിലാണ് ഇപ്പോൾ നമ്മുടെ കോൺക്ലേവ്സ് കംപ്ലീറ്റഡ് ആയിട്ടുള്ളത്. നമ്മൾ നെക്സ്റ്റ് കൺട്രീസിലേക്കുള്ള പ്ലാനിങ്ങിലാണിപ്പോൾ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടുന്നത്. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AI ഇൻ്റഗ്രേഷൻ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ലോഞ്ച് ചെയ്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് കണക്റ്റാണ്. ടാൽറോപ്പിൻ്റെ ബിസിനസ് കണക്റ്റ് എന്നുള്ള പ്രോജക്റ്റാണ്. സോ ബിസിനസ് കണക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ബിസിനസ്സുകൾക്ക് ഈ പറയുന്ന 3 സ്റ്റേജസ്, ഡിജിറ്റലൈസേഷൻ, ഓട്ടോമേഷൻ ആൻഡ് AI ഇൻ്റഗ്രേഷൻ, ഇത് 3ഉം അവരുടെ ബിസിനസ്സിന് ചെയ്തു കൊടുക്കുക, അവർക്കുള്ളൊരു IT ടീം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് കണക്റ്റ് കൊണ്ട് എന്നുള്ള പ്രൊജക്റ്റ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കോൺക്ലേവ്സ് നടത്തി നമ്മൾ പാർട്ട്ണർ ചെയ്ത UAE-ലാണെങ്കിലും ഖത്തറിലാണെങ്കിലും ഓൾറെഡി പറയുന്ന പോലെ അവർക്ക് ടെക്നോളജി ഉണ്ട്. അവർ ഈ ഡിജിറ്റലൈസേഷനും കുറേ പേരൊക്കെ ഓട്ടോമേഷൻ വരെ എത്തിയവരാണ്. പക്ഷേ ഈ പറയുന്ന AI ഇൻ്റഗ്രേഷൻ അത് വേണോ, അതിലേക്കുള്ളൊരു ചേഞ്ചിനുള്ളൊരു ഫിയർ ഉണ്ടല്ലോ, അത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കോംപ്ലെക്സിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അഫോർഡബിലിറ്റി ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ആ സ്റ്റേജിലേക്ക് പോകാത്തവരുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ബിസിനസ് കണക്ട് എന്നുള്ള ഒരു പ്രൊജക്റ്റ് കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് ഓഫർ ചെയ്യുന്നത് വെച്ചാൽ അഫോർഡബിൾ ആയിട്ടുള്ള AI ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ അവർക്ക് വേണ്ട ഒരു IT ടീം, അത് അവർക്ക് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട. ബിക്കോസ് ദേ ആർ വർക്കിംഗ് ഫ്രം കേരള. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഹബ്സിലും നമ്മുടെ ടെക്കീസ് പാർക്കിലൊക്കെ ഇരുന്നിട്ടാണ് ഇവരുടെ മാൻ പവർ വർക്ക് ചെയ്യുന്നത്. സോ ഒരു IT ടീം അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ അവരുടെ ബിസിനസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് അവർക്കൊരു IT ടീം, ഒരു ഫുൾ ഫ്ലെഡ്ജ് IT ടീം നമ്മൾ അവർക്ക് വേണ്ടി റെഡിയാക്കി കൊടുക്കുന്നു. അപ്പോൾ ആ പറയുന്ന കമ്പനീസിന് അവർക്കിനി ലേറ്റസ്റ്റ് ടെക്നോളജി വന്ന് ഇവരെങ്ങനെ അഡോപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഇത് ഇവർക്ക് പറഞ്ഞു കൊടുക്കും, അതിനെക്കുറിച്ച് ഒന്നും ടെൻഷന്. കാരണം AI ഇൻ്റഗ്രേഷൻ എന്നുള്ളത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നല്ല രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസാണ് നമുക്ക് ഈ പറഞ്ഞ കോൺക്ലേവ്സിനെല്ലാം കിട്ടുന്നത്. എന്തായാലും കേരളത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ ടാൽറോപ്പിനുണ്ട്. അപ്പോൾ കേരളത്തെ ഒരു IT ഹബ്ബാക്കി, കുറച്ചുകൂടി ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സിലിക്കൺ വാലിയാക്കി വലുതാക്കുക എന്നത് അഡ്മിനിസ്ട്രേഷൻ്റെ മാത്രം ബാധ്യതയോ ഉത്തരവാദിത്വമല്ല, മറിച്ച് അതിനകത്ത് ഇത്തരം ഇനീഷ്യേറ്റീവുകൾക്ക് ഒരുപാട് സംഗതികൾ ചെയ്യാനുണ്ട്. അതുതന്നെ അവരുടെ സ്വപ്നത്തിന് എന്ന് പറഞ്ഞത് അത് ഒരു കേവലമായ സ്വപ്നം മാത്രമല്ല, അതിൻ്റെ വഴികളിലൂടെ നടന്നു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. കുറേ അധികം എന്താ പറയുന്നത് ടാർഗറ്റുകൾ അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, മുന്നോട്ട് പോവുകയാണ്. ഇനിയും ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയട്ടെ. കേരളത്തെ അന്ന് അവർ സ്വപ്നം കാണുന്ന പോലെ, നമ്മുടെ സൊസൈറ്റി ആകെ സ്വപ്നം കാണുന്ന പോലെ വലിയ ഒരു IT ഹബ്ബാക്കി മാറ്റാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് നമ്മൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്തോടു കൂടിയുള്ള പിന്തുണ അവർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. താങ്ക് യു സോബരൻ, നിഷാന, ഇത്രയും നേരം പങ്കെടുത്തതിന് നന്ദി.